എന്ന് മനസ്സിലാക്കാം. പാലക്കാട് നിന്നുകൂടി അതിന്റെ വിശദാംശങ്ങൾ തേടാം. സാജിദ് അജ്മൽ കൂടി ചേരുകയാണ്. സാജിദ്, പാലക്കാട് ഫ്ളാറ്റിലും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് പോലീസ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. രാഹുൽ എവിടെയാണ് എന്നിതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പരിശോധനകൾ കർശനമാക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ജിൽസി, ഈ അന്വേഷണ സംഘം പാലക്കാട് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അവർ ഇനി അത് വിശദമായി പരിശോധന നടക്കും. അതോടൊപ്പം തന്നെ ആ ഫ്ളാറ്റിന്റെ ഈ CCTV ദൃശ്യങ്ങൾ ഈ യുവതി എത്തി എന്ന് പറയുന്ന ആ ദിവസത്തെ ഇത് ശേഖരിക്കുന്ന അടക്കമുള്ള കാര്യം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ എവിടെയാണ് എന്ന ചോദ്യം ഈ ഉത്തരം കിട്ടാതെ അന്വേഷണ സംഘവും നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ വിവാദം വന്ന്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ യുവതി എത്തി എന്ന വാർത്ത വന്ന ഉടൻ രാഹുൽ പാലക്കാട് നിന്ന് മുങ്ങിയതാണ്. ഈ കണ്ണാടി പഞ്ചായത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഈ വാർത്ത അറിയുന്നത്. ഉടൻ തന്നെ ഈ MLA ഓഫീസിലേക്ക് വരികയും അവിടെ നിന്ന് എങ്ങോട്ടോ പോവുകയും ചെയ്തു. ഇന്നലെ ഈ പല സമയങ്ങളിലായി മംഗലം ഡാം ഭാഗത്ത് ചില റിസോർട്ടുകളിൽ, അത് ഈ ഹോം സ്റ്റേയും മറ്റുമായി ഈ വിനോദസഞ്ചാരികൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്തരം പരിശോധനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാഹുലുമായി ബന്ധമുള്ളവരെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പാലക്കാട് ജില്ലയിൽ ഈ നിലവിൽ രാഹുൽ ഇല്ല എന്ന ഒരു നിഗമനത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉള്ളത്. കാരണം അവർ ഈ രാഹുൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തി. രാഹുലിനെ പോലുള്ളൊരു ജനപ്രതിനിധി ഒരിക്കലും അങ്ങനെ ഈ പോലീസിന് പിടികൊടുക്കുന്ന തരത്തിലൊരു സ്ഥലത്ത് താമസിക്കുമെന്ന് പോലീസും കരുതുന്നില്ല. അതുകൊണ്ട് എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇനി ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ, അതായത് ജില്ലയ്ക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ അതിർത്തി ജില്ലയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനത്തേക്ക് കടന്നിരിക്കാനുള്ളൊരു സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടെല്ലാം ഈ അന്വേഷണ സംഘത്തെ കൂടാതെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം നടന്ന് വരികയാണ്. ഈ പാലക്കാട്ടെ കോൺഗ്രസ് സംബന്ധിച്ച് ഇന്ന് KPCC പ്രസിഡന്റ് പാലക്കാട് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയം മുൻപ് DCC പ്രസിഡന്റ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ വിവാദങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളോ ഈ വിവാദങ്ങൾ ബാധിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് DCC പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ സാജിദ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എത്രത്തോളം സജീവ ചർച്ചയാകുമെന്നുള്ളതാണ്. അതിനെ ബാധിക്കില്ല എന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും സ്വർണ്ണക്കൊള്ളയൊക്കെ മാറ്റിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നൊരു ആശങ്ക കോൺഗ്രസിന് ഇല്ലാതില്ല എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. ശരി, ഒരിക്കൽ കൂടെ സിജോയിലേക്കാണ്. സിജോ, ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെതിരെ തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന ആയുധമായി മാറിയിരിക്കുന്നു. പരസ്യമായിട്ടല്ലെങ്കിലും ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ തന്റെ തന്നെയാണ് ഈ ശബ്ദം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഡയറക്ട്ലി രാഹുൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ ആയുധമാക്കും. അതിനപ്പുറത്ത് ഇന്നിപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ, അതായത് ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ചില മരുന്നുകളാണ് നൽകിയത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ വലിയ തരത്തിലുള്ള ഒരു ആയുധമായി രാഹുലിനെതിരെ തന്നെ പ്രയോഗിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ രാഹുലിന് കുരുക്കുമുറുക്കാനുള്ള സാധ്യത തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ കുറച്ചധികം കഷ്ടപ്പെടുമെന്ന് തന്നെ മനസ്സിലാക്കാം. രാഹുല് കുറച്ചധികം കഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ അത് മുൻകൂട്ടി കരുതിക്കൂടി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതിന് മുമ്പ് തന്നെ അതിൽ പരമാവധി തെളിവുകൾ കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് രാഹുലിന്റെ അഭിഭാഷകന് പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴി സംബന്ധിച്ച വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുന്ന തിടുക്കത്തിലാണ് രാഹുൽ. അത് മുദ്രവെച്ച കവറിൽ ഇന്നലെ കോടതിയിൽ ചില വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് രാഹുൽ കൊടുത്തിരിക്കുന്നത്, ഒന്ന്, ഈ 2024 ഒക്ടോബർ 22 ഈ യുവതിയുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം 4 ദിവസം മാത്രമാണ് ഇവർ ഭർത്താവ് ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. 1 മാസത്തിന് ശേഷം ഇവർ ആ ബന്ധം പൂർണ്ണമായും ഏർപ്പെടുത്തുകയും ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഭർത്താവുമായി യാതൊരു തരത്തിലുള്ള അടുപ്പമോ ബന്ധമോ ഇല്ല എന്ന് ഇവർ പറയുന്നു. പക്ഷേ രാഹുൽ ഇന്നലെ കോടതിയിൽ കൊടുത്തതായി നമുക്ക് ലഭിക്കുന്ന വിവരം ഉള്ള ഒരു തെളിവ് എന്ന് പറയുന്നത്, ഇവർ പറയുന്ന
1 മാസത്തിന് ശേഷവും ഈ ഭർത്താവും ഒരുമിച്ച് ഇവർ താമസിച്ചിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അങ്ങനെയാണ് ഈ യുവതി നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ യുവതി പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് രാഹുൽ മരുന്ന് എത്തിച്ച് നൽകിയത് എന്നുള്ളതാണ് രാഹുലിന്റെ അവകാശവാദം. ഇത് തെളിയിക്കുന്ന ചില ഓഡിയോ രേഖകളുടെ ഉൾപ്പെടെ സന്ദേശങ്ങൾ ഉൾപ്പെടെ പെൻഡ്രൈവിലാക്കി കോടതിക്ക് കൊടുത്തിട്ടുള്ളതായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്താണോ, ഏതെല്ലാം ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്, അതിനെ കൗണ്ടർ ചെയ്യുന്ന, അത് വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ രാഹുൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ പരമാവധി ഇത്തരത്തിൽ തെളിവുകൾ കൊണ്ടുവരുക എന്ന ശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുൽ പ്രധാനമായും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക, ഈ അന്വേഷണവുമായി സഹകരിക്കും. അത് മാത്രമല്ല, ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ തന്റെ പേരിലുണ്ടായിരുന്നു. മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വാർത്തകൾ വന്നു. ആ സമയത്തൊന്നും താൻ ഒളിവിൽ പോയിട്ടില്ല, അവിടെ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും താൻ ഒളിവിലല്ല എന്നുള്ള ഒരു വാദമായിരിക്കും ഉന്നയിക്കുക. എന്തായാലും രാഹുല് കേരളം വിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെ മാറി നിൽക്കരുതെന്നൊരു നിർദ്ദേശം രാഹുലിന് അഭിഭാഷകർ തീർച്ചയായിട്ടും രാഹുൽ കേരളം വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ജാമ്യ ഹർജിയെ കൂടെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം വിട്ടു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു തിടുക്കപ്പെട്ട ഒരു അറസ്റ്റിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെയെങ്കിൽ പോലീസിന് വളരെ എളുപ്പത്തിൽ തന്നെ രാഹുലിനെ കണ്ടെത്താനൊക്കെ കഴിയുമായിരുന്നു. പക്ഷേ അത്തരം നീക്കങ്ങൾക്ക് പകരം രാഹുലിനെതിരെ പരമാവധി തെളിവ് ശേഖരിച്ചുകൊണ്ട് കേസ് കൂടുതൽ ശക്തമാക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്.